തിരിച്ചടികൾ മറന്ന് വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് പുതുവർഷത്തിൽ കോൺഗ്രസ്. പുതിയ നിലപാടുകൾ, പുതിയ കരുത്ത്, അല്പം പഴയ പദ്ധതി. ഇതാണ് കോൺഗ്രസിന്റെ 2024 ആദ്യ ദിവസങ്ങളെ വിശേഷിപ്പിക്കേണ്ടത്. ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പായ ഭാരത് ജോഡോ ന്യായ് യാത്രയാണ് അല്പം പഴക്കമുള്ളത്. ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ YS രാജശേഖര റെഡ്ഡിയുടെ മകൾ YS ശർമിള വീണ്ടും കോൺഗ്രസിലേക്ക് എത്തുകയാണ്. ഇന്ത്യ മുന്നണിയിലെ സീറ്റ് ചർച്ചകളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ തീരുമാനം. അങ്ങനെ ആകെ മൊത്തം പുതുപുത്തൻ നീക്കങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യ മുന്നണിയിലെ സീറ്റ് ചർച്ചകൾ പോയ വർഷം അവസാനത്തോടെ ആരംഭിച്ചിരുന്നു. 330 സീറ്റുകളിൽ മത്സരിക്കാനായിരുന്നു ആദ്യം കോൺഗ്രസ് ആലോചിച്ചിരുന്നത്. അതായത് മുന്നണിയിലുള്ളവരിൽ നിന്ന് 85ഓളം സീറ്റുകൾ കൂടുതലായി ചോദിച്ച് അതിൽ മത്സരിക്കുക എന്നതായിരുന്നു തീരുമാനം. എന്നാൽ ഇതിന് മാറ്റം വന്നു കഴിഞ്ഞുവെന്ന് വേണം റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. സീറ്റ് പങ്കിടലിന്റെ കാര്യത്തിൽ കടുംപിടുത്തം വേണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ കൈക്കൊണ്ട തീരുമാനം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നാഷണൽ അലയൻസ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ചർച്ച നടന്നു. മുന്നണിയിലെ കക്ഷികളുമായി സീറ്റ് പങ്കിടൽ ചർച്ചകൾ ആരംഭിക്കാൻ നേതൃത്വം കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. 255 സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. മുന്നണിയിൽ ആവശ്യപ്പെടാനുള്ള സീറ്റുകളെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വങ്ങൾ ലിസ്റ്റ് നൽകിയെങ്കിലും വിജയസാധ്യതകളുള്ള സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റിടങ്ങളിൽ BJP വിരുദ്ധ ചേരിക്ക് ശക്തി പകരണമെന്ന നിർദ്ദേശമാണ് മല്ലികാർജ്ജുൻ ഖർഗെ മുന്നോട്ട് വെച്ചത്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാകണം നിലപാട് മാറ്റം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 421 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വെറും 52 ഇടത്ത് മാത്രമാണ് വിജയിച്ചത്. പഞ്ചാബിൽ AAPയുമായി സഖ്യം സാധ്യമല്ലെന്നും എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നതുമാണ് സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ അലയൻസ് കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പഞ്ചാബിലും ഡൽഹിയിലും സഖ്യത്തിന് തയ്യാറാണെന്ന് AAP വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇരു പാർട്ടികളുടെയും സംസ്ഥാന ഘടകങ്ങൾ എതിരെ നിൽക്കുകയാണ്. പഞ്ചാബിലും ഡൽഹിയിലും AAP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഹരിയാനയിലും ഗുജറാത്തിലും സീറ്റ് വിട്ടുനൽകുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ഉത്തർപ്രദേശിൽ ആകെയുള്ള 80 സീറ്റുകളിൽ 20 ഇടത്ത് വിജയപ്രതീക്ഷയുണ്ടെന്നാണ് കോൺഗ്രസ് സംസ്ഥാന ഘടകം അവകാശപ്പെടുന്നത്. എന്നാൽ 2 സീറ്റിൽ കൂടുതൽ കോൺഗ്രസിന് നൽകില്ലെന്ന് നേരത്തെ തന്നെ അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ ലഭിച്ചത് സോണിയാഗാന്ധി മത്സരിച്ച റായ്ബറേലി മാത്രമാണ്. 80 സീറ്റിൽ 65 ഇടത്ത് മത്സരിക്കാനാണ് SP ആലോചിക്കുന്നത്. ബാക്കി 15 സീറ്റിൽ ഭൂരിഭാഗവും RLDക്ക് നൽകിയേക്കും. ബീഹാറിൽ 12 സീറ്റിൽ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. RJDയുമായും JDUവുമായും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും ബീഹാർ ഘടകം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റിലാണ് ബീഹാറിൽ പാർട്ടി മത്സരിച്ചത്. ബംഗാളിൽ 6 സീറ്റ് ചോദിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം. 4 സീറ്റിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ബംഗാൾ ഘടകം അവകാശപ്പെടുന്നു. എന്നാൽ 2 സീറ്റിൽ കൂടുതൽ നൽകാനാകില്ല എന്നാണ് മമതാ ബാനർജിയുടെ നിലപാട്. ലോക്സഭയിലേക്കുള്ള ഒരുക്കങ്ങൾക്കൊപ്പം 4 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ കോൺഗ്രസിന് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശും ആന്ധ്രാപ്രദേശും ഒഡീഷയും. ഒഡീഷയിൽ കോൺഗ്രസിന്റെ പ്രഭാവം കുറഞ്ഞു വരികയാണ്. BJDയും BJPയും കരുത്താർജിക്കുകയുമാണ്. ആന്ധ്രയിൽ അതല്ല ചിത്രം. TDPയും YSR കോൺഗ്രസും കരുത്തരായി തുടരുന്ന ആന്ധ്രയിൽ തിരിച്ചുവരാനാകാതെ ഉഴലുകയാണ് കോൺഗ്രസ്. ഇവിടേക്കാണ് YS ശർമിളയുടെ കടന്നുവരവ്. It gives me immense joy that the YSR Telangana party is going to be a part of the Indian National Congress, that YSR Telangana party is not going to be separate anymore from the Congress party gives me great delight. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ മകളായ ശർമിള അച്ഛന്റെ മരണത്തിന് പിന്നാലെ സഹോദരനൊപ്പം പാർട്ടി വിട്ടിരുന്നു.
പിന്നീട് സഹോദരൻ ജഗൻമോഹൻ റെഡ്ഡിയുമായി പിണങ്ങി സ്വന്തം പാർട്ടി രൂപീകരിച്ചു. ഒറ്റയ്ക്ക് ഇത്രനാൾ നിന്നിട്ട് കാര്യമായ നേട്ടമുണ്ടാക്കാനാകാഞ്ഞതോടെയാണ് ശർമിള ഇപ്പോൾ കോൺഗ്രസിൽ ലയിച്ചത്. കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച് തെലങ്കാനയിലെ പ്രവർത്തന കേന്ദ്രം ഉപേക്ഷിച്ച് ആന്ധ്രാപ്രദേശിലേക്ക് മടങ്ങുകയാണ് ശർമിള. ശർമിളയെയും അവരുടെ YSRT പാർട്ടിയെയും ഒപ്പം ചേർത്ത് ആന്ധ്രാപ്രദേശിൽ പുനരുജ്ജീവനം ലക്ഷ്യം വയ്ക്കുകയാണ് കോൺഗ്രസ്. സംസ്ഥാന വിഭജനത്തിന് ശേഷം നടന്ന 2014ലെയും 2019ലെയും ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. ഉൾപാർട്ടി തർക്കങ്ങൾ, ശോഷിച്ച സംഘടന, നേതൃത്വത്തിന്റെ അഭാവം അങ്ങനെ ആന്ധ്രയിൽ കോൺഗ്രസിന് അടിപതറിയതിന് കാരണങ്ങളേറെയുണ്ട്. സ്ത്രീകൾ, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വോട്ട് ബാങ്ക്. ശർമിളയുടെ സാന്നിധ്യത്തിന്റെ സഹായത്തോടെ ഈ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനും നേട്ടമുണ്ടാക്കാനുമാണ് കോൺഗ്രസ് ശ്രമം. ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല ഒഡീഷ, ആന്ധ്ര എന്നിവിടങ്ങളിലും ഉത്തർപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലുമെല്ലാം പ്രചാരണം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യാത്ര കോൺഗ്രസിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും യാത്ര വീണ്ടും എത്തുന്നുവെന്ന സവിശേഷതയുമുണ്ട്.